നമ്മുടെയെല്ലാം കുട്ടിക്കാലം ഏറ്റവും മനോഹരാക്കിയത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും ഡോറയും ബുജിയും, അല്ലെങ്കിൽ ടോം ആൻഡ് ജെറിയും, അതും അല്ലെങ്കിൽ മായാവിയാണെന്നൊക്കെ. ഇത്തരത്തിലുള്ള ക്യാരക്ടേഴ്സ് നമ്മുടെ കൂടെ ജീവിച്ചവരാണെന്നാണ് നമ്മൾ എല്ലാവരും വിശ്വസിക്കുന്നത്. എന്നാൽ ഈ ക്യാരക്ടേഴ്സിന് ഇത്രയും ജീവനോടെ നമുക്ക് മുമ്പിൽ എത്തിച്ചത് ആരാണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ മുമ്പിലേക്ക് ഇത്തരത്തിലുള്ള ക്യാരക്ടേഴ്സിനെ കൊണ്ടുവരുന്ന വെറും സോഫ്റ്റ്വെയറുകളല്ല, നമ്മളെ പോലെ ചിന്തിക്കാൻ ഇഷ്ടമുള്ള, വരയ്ക്കാൻ ഇഷ്ടമുള്ള, കഥ പറയാൻ ഇഷ്ടമുള്ള ഒരുപാട് ആളുകളുടെ എഫേർട്ടാണ്. ഇതുപോലെ വരയ്ക്കാനും ചിന്തിക്കാനും കഥ പറയാനും ക്രിയേറ്റീവായിട്ട് കാര്യങ്ങളെ കാണാനും ഇഷ്ടമുള്ളവരാണ് നിങ്ങളെങ്കിൽ ആനിമേഷൻ ഇസ് ഫോർ യു. ആൻഡ് വെൽക്കം ടു അനദർ ഫ്രഷ് ന്യൂ എപ്പിസോഡ് ഓഫ് കരിയർ കോമ്പസ്. പഠനത്തിനപ്പുറം എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഒരുപക്ഷെ ഇനിയുള്ളത് നിങ്ങളുടെ ലൈഫ് ചേഞ്ചിങ് മിനിറ്റ്സ് ആയിരിക്കും. ആനിമേഷൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇതിനെ കണക്ട് ചെയ്യുന്നുണ്ടായിരിക്കുക കാർട്ടൂൺസ് ആയിട്ടായിരിക്കും. എന്നാൽ കാർട്ടൂൺ എന്നതിനപ്പുറം വലിയൊരു സാധ്യതാ ലോകം തന്നെ ഈ പറയുന്ന ആനിമേഷൻ ഉണ്ട്. നമ്മൾ കാണുന്ന അഡ്വർടൈസ്മെന്റ്സ് ആയിക്കോട്ടെ, കളിക്കുന്ന ഗെയിംസ് ആയിക്കോട്ടെ, അല്ല നമ്മൾ എപ്പോഴും കാണാൻ ഇഷ്ടപ്പെടുന്ന മൂവീസ് ആയിക്കോട്ടെ, ഇതിലെല്ലാം തന്നെ നമ്മുടെ ഈ പറയുന്ന ആനിമേഷൻസ് എന്ന് പറയുന്നത് ഇൻവോൾവ് ആണ്. എന്തിനാണ് ആനിമേഷൻ എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? രണ്ട് കാര്യങ്ങളുണ്ട് ഇതിന്. ഒന്ന്, റിയൽ വേൾഡിൽ നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യത്തിനെ നമുക്ക് ഈ പറയുന്ന ആനിമേഷനിലൂടെ എഫക്റ്റീവായിട്ട് ഓഡിയൻസിലേക്ക് എത്തിക്കാൻ സാധിക്കും. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ആനിമേഷൻസിന് വലിയൊരു ഓഡിയൻസിനെ വിഷ്വലി എൻഗേജ്ഡ് ആക്കി ഇരുത്താനായി സാധിക്കും. നമ്മളെ ഇത്രയേറെ എന്റർടൈൻ ചെയ്ത് നിർത്തുന്ന ഏകദേശം ഒരു 10 സെക്കൻഡ് ദൈർഘ്യമുള്ള ഒരു വീഡിയോ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിന് പിന്നിൽ ഒരുപാട് ദിവസത്തെ, ഒരുപാട് ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുടെ ഒരുപാട് നേരത്തെ എഫേർട്ട് ഉണ്ട്. ഒരു സ്റ്റോറി ജനിക്കുന്ന മുതൽ അതിന്റെ ഔട്ട്പുട്ട് റെൻഡർ ആയി വരുന്നത് വരെ അനവധി പ്രോസസ്സുകളിലൂടെയാണ് ഈ പറയുന്ന ഒരു വീഡിയോ കടന്നു വരുന്നത്. അതുകൊണ്ട് തന്നെ ആനിമേഷൻ എന്ന് പറയുന്ന മേഖലയ്ക്ക് വലിയൊരു കരിയർ സാധ്യത തന്നെയുണ്ട്. ആദ്യകാലത്ത് ഇത്തരത്തിലുള്ള ആനിമേറ്റഡ് വീഡിയോസ് ഉണ്ടാക്കിയിരുന്ന കൈകൾ കൊണ്ട് ചിത്രങ്ങൾ വരച്ച് കൂട്ടിവെച്ചിട്ടായിരുന്നു. എന്നാൽ ഇന്ന് ആ ജോലികളെല്ലാം ചെയ്യുന്നതും വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയറുകളാണ്. ഇതിൽ നിന്ന് കിട്ടുന്ന ഔട്ട്പുട്ടുകൾ ഹൈ ക്വാളിറ്റി ഉള്ളതായതുകൊണ്ട് തന്നെ എല്ലാ മേഖലകളും ഇന്ന് ആനിമേഷൻ ഇൻഡസ്ട്രിയെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഇൻഡസ്ട്രിയുടെ ഗ്രോത്ത് എന്ന് പറയുന്നത് അത്രയും ഹൈ ലെവലിലേക്കാണ് പോകുന്നത്. ഒരു പ്രോംപ്റ്റിലൂടെ ഒരു ക്യാരക്ടർ ബിൽഡ് ചെയ്യുകയും ആ ക്യാരക്ടറിന് മൂവ്മെന്റ് സംഭവിക്കുകയും ചെയ്യുന്ന ഈ ഒരു AI കാലഘട്ടത്തിൽ ആനിമേഷൻ ഇൻഡസ്ട്രിക്ക് നിലനിൽക്കാനാവുമോ? ആവും എന്ന് തന്നെയാണ് ഞങ്ങളുടെ ഉത്തരം. കാരണം AI വരുന്നതോടുകൂടി ആനിമേഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് കൂടുതൽ സിമ്പിൾ ആവുകയും എന്നാൽ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഔട്ട്പുട്ട് തരുന്ന രീതിയിലേക്ക് മാറുകയും വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുകയും ചെയ്യപ്പെടുന്ന ഒരു കാര്യമാവും. അതുകൊണ്ട് തന്നെ AI അറിയുന്ന ഒരു ആനിമേറ്റർ ആണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ കരിയറിൽ നിങ്ങൾക്ക് ബെസ്റ്റ് ആയിട്ട് മാറാനായി സാധിക്കും. ഹൈ ഡിമാൻഡുള്ള AI കരിയർ സാധ്യതകളെ പറ്റി നമ്മുടെ കരിയർ കോമ്പസിന്റെ ലാസ്റ്റ് എപ്പിസോഡിൽ നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. കാണാത്തവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ കണ്ട ശേഷം നിങ്ങൾ ആ വീഡിയോ കൂടി ഒന്ന് കാണുക. ആനിമേഷൻ ഇൻഡസ്ട്രിയിൽ വളരെ പോപ്പുലർ ആയിട്ട് യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയറുകളാണ് ബ്ലെൻഡർ, അഡോബ് ആനിമേറ്റ്, 3ds Max, സിനിമ 4D എന്നുള്ളവ. ഇത്തരത്തിലുള്ള സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രോസസ്സുകൾ എങ്ങനെ പ്രൊഫഷണൽ ആയി പഠിക്കാം എന്നുള്ളതിന് ഇന്ത്യയിൽ ഇന്ന് ഒരുപാട് കോഴ്സസ് അവൈലബിൾ ആണ്. BSc in Animation Multimedia, BVoc in Animation, BA in Animation പോലെയുള്ള 3-year കോഴ്സസും ഇതുകൂടാതെ ബാച്ചലർ ഓഫ് ഡിസൈൻ ഇൻ ആനിമേഷൻ, ഫിലിം ഡിസൈൻ പോലെയുള്ള 4-year കോഴ്സസും ഇന്ന് ഇന്ത്യയിലെ ടോപ്പ് ടയർ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആയിട്ടുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ അതുപോലെ IITs പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതുകൂടാതെ 1 to 2 years ഡ്യൂറേഷൻ വരുന്ന ആനിമേഷൻ സർട്ടിഫിക്കേഷൻ കോഴ്സസും ഇന്ന് അവൈലബിൾ ആണ്. എൻറ്റയർ പ്രോസസ്സ് മനസ്സിലാക്കുക, അഡ്വാൻസ്ഡ് ആയിട്ടുള്ള AI ടൂളുകൾ എങ്ങനെ ഇതിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യാം എന്ന് പഠിക്കുന്നവർക്ക് മാത്രമേ ഇനി ഈ ഒരു മേഖലയിൽ സർവൈവ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. നിങ്ങൾ സ്വപ്നം കണ്ട ഒരു ക്യാരക്ടറിന് ജീവൻ കൊടുക്കാൻ നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ, അതിനുള്ളൊരു താല്പര്യം നിങ്ങൾക്കുണ്ടെന്നുണ്ടെങ്കിൽ ഒരുപാട് ട്യൂട്ടോറിയൽസ് ഇന്ന് നിങ്ങൾക്ക് യൂട്യൂബിൽ ലഭ്യമാണ്. ഇത് കൂടാതെ ഒരുപാട് കമ്മ്യൂണിറ്റീസും ഇന്ന് നമുക്ക് ചുറ്റും അവൈലബിൾ ആണ്. ആനിമേഷൻ ഇൻഡസ്ട്രിയെ പറ്റിയുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും തന്നെ ഇത് അയച്ചു കൊടുക്കുക. കൂടാതെ ഇതുപോലുള്ള ഒരുപാട് കരിയർ റിലേറ്റഡ് വീഡിയോസ് ഇനി നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും ഇതിന് താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം കരിയർ കോമ്പസിലൂടെ. ടിൽ ദെൻ ബൈ.